ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. തിക്ക മട്ടൻ ബിരിയാണി. അതിനായിട്ടൊരു 1.5 കിലോ അരി ബസ്മതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഈ മട്ടന് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. മട്ടനെല്ലാം കുക്കറിലിട്ടിട്ട് അതിൽ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. മട്ടൻ വലിയ പീസാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. 1.5 കിലോ മട്ടനാണ്. ഇനി ഇതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, ഒരു കപ്പ് ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അഞ്ച് വിസിൽ പോകുന്നത് വരെ നമുക്കിത് ഒന്ന് കുക്ക് ചെയ്യാം. ഓരോ മട്ടൻ്റെ വേവ് വ്യത്യാസമാവും. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഊറ്റിയെടുക്കുകയാണ് ചോറ്. അതിലേക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുതിന അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി കുതിർത്ത് വെച്ച അരി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഒരു 80% കുക്കായാൽ ഈ അരി നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 6 സവാള വറുത്തെടുക്കുന്നുണ്ട്. നമ്മളെ മട്ടൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടൻ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഇതെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ വേണമെങ്കിൽ മാത്രം, അത് നിർബന്ധമല്ല, ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ റെഡ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നേരത്തെ മട്ടൻ ഉപ്പിട്ട് വേവിച്ച കാരണം കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ നടുവിൽ നമുക്ക് ഇത് തിക്കായ കാരണം ഇത് നമ്മൾ സ്മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കരി കത്തിച്ചിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കരിയുടെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഇത് നന്നായിട്ട് പുകഞ്ഞ് വരും. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഈ പുകയൊക്കെ മട്ടനിൽ പിടിക്കുന്നത് വരെ മൂടി വെക്കാം. 1/2 മണിക്കൂർ നേരം ഇത് നമുക്കിങ്ങനെ മൂടി വെക്കാം. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തുറന്നിട്ട് ഈ കരി എടുത്ത് നീക്കാം. ഈ മട്ടൻ നമുക്ക് 1 മിനിറ്റ് ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ മട്ടനും ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 1 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഇത് വെന്ത മട്ടനായ കാരണം പിന്നെ ഇത് അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഭാഗവും മറിച്ചിട്ടിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇത് ദമ്മിടണം. നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാത്രത്തിൽ ഈ മട്ടൻ ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഉള്ളി വറുത്തത് 3/4 ഭാഗം അതിലിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്, 3 എണ്ണം അരിഞ്ഞത്, അത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, ബേ ലീഫൊക്കെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നേരത്തെ മട്ടൻ വേവിച്ച വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കുക. മട്ടൻ മാരിനേറ്റ് ചെയ്ത മസാല ബാക്കിയുള്ളതും ഇതിലിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോറ് വേവിച്ചത് ഇട്ട് കൊടുക്കാം.
ഇത് 50% വെന്തിട്ടുള്ള ചോറാണ്. ഇനി ഇത് ദമ്മിൽ കിടന്നിട്ട് വേവും. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, ഉള്ളി വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ ചോറ് ഫുള്ളും ഇട്ട് കൊടുക്കുക. മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി മല്ലിച്ചപ്പും പുതിനയും ഉള്ളി വറുത്തത് വീണ്ടും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ പൊരിച്ച മട്ടലിൽ നിന്ന് കുറച്ച് മട്ടൻ ഞാൻ മസാല അല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി വറുത്തതും മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊരു അരമണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ദം ചെയ്തെടുക്കുക. തീരെ അയറൊന്നും കയറാണ്ട് നന്നായിട്ട് ദം ചെയ്തെടുത്താൽ അടിപൊളി തിക്ക മട്ടൻ ബിരിയാണി റെഡി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching my video.